ഹായ് വെൽക്കം ബാക്ക് ടു ഹെക്സൻ. ജാങ്കോ ഇ-കൊമേഴ്സ് സീരീസിന്റെ പാർട്ട് 5 ആണ്, കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കോഴ്സ് എന്ന് പറയുന്ന ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ മോഡൽ കോഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡലൊക്കെ ക്രിയേറ്റ് ചെയ്തു. പൈതൺ എന്ന് പറയുന്ന ഒരു കോഴ്സ് ആഡ് ചെയ്തു. ഇവിടെ ഞാൻ കുറച്ചും കൂടെ കോഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കാറ്റഗറി നെയിമും സ്ലഗും ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച പോലെ തന്നെ ഇവിടെ അഡ്മിൻ പേജിൽ വന്നിട്ട് admin.py എന്ന് പറയുന്ന ഫയലിൽ വന്നിട്ട് ലിസ്റ്റ് ഡിസ്പ്ലേയിൽ കോഴ്സ് നെയിം, കാറ്റഗറി, പ്രൈസ്, ക്രിയേറ്റഡ് ഡേറ്റ്, അതേപോലെ തന്നെ മോഡിഫൈഡ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഡ്മിൻ സൈഡിലേക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ കോഴ്സിനെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ വ്യൂ ചെയ്യിപ്പിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് base.html എന്ന് പറയുന്ന ഒരു ഫയൽ ടെംപ്ലേറ്റ് ഫോൾഡറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കാരണം നമ്മുടെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഹെഡർ സെക്ഷനും അതേപോലെ തന്നെ ഈ ഒരു ഫൂട്ടർ സെക്ഷനും എല്ലാ പേജിലും കോമൺ ആയിരിക്കും. അങ്ങനെ കോമൺ ആയിട്ടുള്ള സെക്ഷനെ നമ്മൾ base.html-ലേക്ക് പേസ്റ്റ് ചെയ്യും. എന്നിട്ട് ഓരോ പേജിലേക്ക് ഓരോ index.html, store.html, cart.html എന്ന് പറയുന്ന ഓരോ പേജിലേക്ക് നമ്മൾ ഈ കോമൺ ആയിട്ടുള്ള സെക്ഷനെ ബേസിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. base.html-ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടന്റിന്, ഇപ്പൊ ചേഞ്ച് വരുന്ന കണ്ടന്റിന് നമ്മൾ ഒരു ബ്ലോക്കിൽ ഇട്ട് കൊടുക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. VS കോഡിൽ വന്നതിന് ശേഷം ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ ഒരു പുതിയ ഫയൽ base.html എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ കോമൺ ആയിട്ടുള്ള ഹെഡർ സെക്ഷൻ, ഫൂട്ടർ സെക്ഷനും HTML-ലേക്ക് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. ആദ്യം നമുക്ക് ഹെഡർ സെക്ഷൻ കൊടുക്കാം. ഓക്കെ, ഇതിനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബേസ് എന്ന് പറയുന്നതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഫൂട്ടർ സെക്ഷനും കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. ഫൂട്ടർ സെക്ഷൻ കട്ട് ചെയ്യുന്നു, ബേസിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഈ ഹെഡറിന്റെ ഫൂട്ടറിന്റെ ഇടയ്ക്കാണ് നമുക്ക് കണ്ടന്റുകൾ ചേഞ്ച് വരുന്നത്. ഓരോ പേജിലും കണ്ടന്റുകൾ ചേഞ്ച് വരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാം. ബ്ലോക്ക് കണ്ടന്റ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബ്ലോക്കിനെ എൻഡ് ചെയ്യിപ്പിക്കണം. എൻഡ് ബ്ലോക്ക്. ഈ കണ്ടന്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം, പ്രശ്നമില്ല. അതിനുശേഷം ഇൻഡെക്സ് പേജിൽ വന്നതിന് ശേഷം നമ്മൾ base.html-നെ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. എക്സ്റ്റെൻഡ് സ്ട്രിങ്ങിൽ base.html എന്ന് കൊടുക്കുന്നു. നമുക്ക് ലോഡ് സ്റ്റാറ്റിക്കും കൊടുക്കണം. ലോഡ് സ്റ്റാറ്റിക്. അതുപോലെ തന്നെ ഇൻഡെക്സ് പേജിൽ ചേഞ്ച് വരുന്ന കണ്ടന്റ്, അതായത് ഹെഡറും ഫൂട്ടറും അല്ലാതെ ചേഞ്ച് വരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്, ഇൻഡെക്സ് പേജിലെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ബ്ലോക്കിനകത്ത് എത്തുക. ബ്ലോക്ക് കണ്ടന്റ്. അതേപോലെ തന്നെ ഏറ്റവും അവസാനം എൻഡ് ബ്ലോക്ക്. ഓക്കെ, നമുക്കൊന്ന് സൈറ്റ് റിഫ്രഷ് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സെയിം ഔട്ട്പുട്ട് തന്നെ നമുക്ക് വന്നു. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓരോ പേജിലെയും കോഡിനെ നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു base.html എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഈ ഇൻഡെക്സ് പേജിൽ തന്നെ നമുക്ക് ആ കോമൺ ആയിട്ടുള്ള ആ ഒരു സെക്ഷന്റെ കോഡ് നമുക്ക് ഇവിടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ,
ഇനി നമുക്ക് വെബ്സൈറ്റിൽ നമ്മുടെ കോഴ്സസിനെ ഹോം പേജിലൊന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാർഡിനെ ഒഴിച്ച് ബാക്കി എല്ലാ കാർഡിനെയും ഞാൻ എന്ത് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. കാരണം നമ്മുടെ കോഴ്സ് ഡൈനാമിക് ആയിട്ടാണ് വരുന്നത്. ബാക്ക് എൻഡ് അഡ്മിൻസ് ഐ ഡിന്ന് ആഡ് ചെയ്യുന്നു, നമ്മുടെ വെബ്സൈറ്റിൽ അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. അപ്പം ഈ ഒരു കാർഡ് സ്റ്റൈലിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് എനിക്കൊരു കാർഡിന്റെ ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ കാർഡിനെയും ഞാൻ എന്ത് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻഡെക്സ് പേജിൽ വന്നിട്ട് ഓക്കെ, നമ്മുടെ ഒരു കാർഡ് ഇവിടെ തീരുന്നു. ഞാൻ എല്ലാത്തിനെയും ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഒന്നും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്താണ് സൈറ്റിന്. ഓക്കെ, ഇപ്പോൾ ഒരു കാർഡ് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ എൻ്റെ പ്രൊജക്ട് ഫയലിൽ വന്നിട്ട് അവിടെ വ്യൂസ് ആ ഒരു ഹോം എന്ന് പറയുന്നതിലാണല്ലോ നമ്മൾ ഇൻഡെക്സ് പേജിനെ ഡിസ്പ്ലേ ചെയ്യിച്ചത്. അവിടെ വന്നിട്ട് ആദ്യം ഫ്രം store.models, സ്റ്റോർ എന്ന് പറയുന്ന ആപ്പിലെ മോഡൽസ് എന്ന് പറയുന്ന ഫയലിൽ നിന്ന് നമുക്ക് കോഴ്സസ് എന്ന് പറയുന്ന ടേബിളിനെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. മോഡലിനെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം കോഴ്സസ് ഈക്വൽ ടു കോഴ്സസ് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ, അതിനുശേഷം ഡോട്ട് ഫിൽറ്ററും കൂടെ കൊടുക്കണം. അതായത് കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് മാത്രം ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചാൽ മതി. ഈസ് അണ്ടർസ്കോർ അവൈലബിൾ ഈക്വൽ ടു ട്രൂ. അതായത് കോഴ്സ് എന്ന് പറയുന്ന മോഡലിലുള്ള എല്ലാ ഒബ്ജക്ട്സിനെയും വരണം, അതിൽ എന്നിട്ട് ഫിൽറ്ററും കൂടെ ചെയ്യണം. അതായത് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് അവൈലബിൾ ആയിട്ട് ട്രൂ ആയിട്ടുള്ളത് മാത്രം ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചാൽ മതി. അതിനുശേഷം ഞാൻ ഇവിടെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നു. അതില് കീ ആയിട്ട് കോഴ്സസ് കൊടുക്കുന്നു, വാല്യൂ ആയിട്ട് ഈ ഒരു കോഴ്സസ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിനെ പാസ് ചെയ്തു. ഇനി അതെനിക്ക് ഈ ഒരു വാല്യൂ തന്നെ എനിക്ക് ആ HTML ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിന് ഞാൻ ഇവിടെ പാസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം എൻ്റെ index.html വന്നിട്ട് ഇവിടെ ആയിട്ട് ഒരു ഫോർ ലൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യും. ഫോർ കോഴ്സ് ഇൻ കോഴ്സസ്. അതേപോലെ തന്നെ നമുക്ക് ഫോർ ലൂപ്പിനെ എൻഡ് ചെയ്യിപ്പിക്കണം. ഇനി ഇമേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ നെയിമിന്റെ അവിടെയായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ജിഞ്ചർ ഫോമാറ്റിൽ വേരിയബിളിനെ അസൈൻ ചെയ്തു. അതായത് ഡബിൾ കേർലി ബ്രാക്കറ്റിനകത്തായിട്ട് ഞാൻ കോഴ്സ് അണ്ടർസ്കോർ നെയിം കൊടുക്കുന്നു. അതുപോലെ തന്നെ പ്രൈസിന്റെ അവിടെ ഡബിൾ കേർലി ബ്രാക്കറ്റിനകത്ത് കോഴ്സ് ഡോട്ട് പ്രൈസ് എന്ന് കൊടുക്കുന്നു. നമുക്ക് ഇവിടെ ഇമേജിന്റെ അകത്തും നമുക്ക് തൽക്കാലം കോഴ്സ് ഇമേജ് എന്നാണോ നമ്മൾ മോഡലിൽ കൊടുത്തത്, കോഴ്സ് അണ്ടർസ്കോർ ഇമേജ് എന്ന് കൊടുക്കും. ഓക്കെ, ഇമേജ് ഇപ്പൊ ഡിസ്പ്ലേ ചെയ്യില്ല. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്ക് എൻഡിൽ കൊടുത്ത എല്ലാ കോഴ്സുകളും ഇവിടെ വന്നിട്ടുണ്ട്, ഇമേജ് മാത്രം വന്നിട്ടില്ല. കാരണം ഇമേജ് നമ്മൾ വരണമെങ്കിൽ നമ്മൾ സെറ്റിംഗ്സിൽ മീഡിയ ഫയൽ സെറ്റ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് settings.py വന്നതിന് ശേഷം നമ്മൾ ഇവിടെ സ്റ്റാറ്റിക് URL കൊടുത്തു. അതിന്റെ താഴെയായിട്ട്
മീഡിയ URL കൂടെ കൊടുക്കണം. മീഡിയ URL ഈക്വൽ ടു മീഡിയ സ്ലാഷ്, അതേപോലെ തന്നെ മീഡിയ റൂട്ടും കൂടെ കൊടുക്കണം. റൂട്ട് ഈക്വൽ ടു os.path.join ബേസ് ഡയറക്ടറി മീഡിയ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. urls.py വന്നതിന് ശേഷം സെറ്റിംഗ്സിൽ മീഡിയ URL മീഡിയ റൂട്ട് നമ്മൾ സെറ്റ് ചെയ്തത് നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കണം. urls.py നമുക്ക് പറഞ്ഞു കൊടുക്കണം. അതിന് നമ്മൾ സ്റ്റാറ്റിക്കും അതേപോലെ തന്നെ സെറ്റിംഗ്സും ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കും. ഫ്രം django.cons.urls.static import static. അതുപോലെ തന്നെ ഫ്രം django.on import settings കൊടുക്കുക. ശേഷം നമ്മുടെ ഈ ഒരു ഭാഗത്ത് വന്നതിന് ശേഷം സ്റ്റാറ്റിക് ബ്രാക്കറ്റിനകത്ത് സെറ്റിംഗ്സ് ഡോട്ട് മീഡിയ അണ്ടർസ്കോർ URL കോമ ഡോക്യുമെന്റ് അണ്ടർസ്കോർ റൂട്ട് ഈക്വൽ ടു സെറ്റിംഗ്സ് ഡോട്ട് മീഡിയ അണ്ടർസ്കോർ റൂട്ട് കൊടുക്കുക. ഇനി നമ്മൾ index.html വന്നതിന് ശേഷം course image ഇല്ലേ, അത് കഴിഞ്ഞിട്ട് ഒരു URL എന്നും കൂടെ ചേർത്ത് നമുക്കൊന്ന് നമ്മുടെ വെബ്സൈറ്റ് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത ഇമേജുകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഫോൾഡറിൽ പ്രൊജക്ട് ഫോൾഡറിൽ വന്നു കഴിഞ്ഞാൽ മീഡിയ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് കോഴ്സിനകത്ത് ഫോട്ടോയിലെ കോഴ്സസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് നമ്മുടെ ഇമേജസ് എല്ലാം സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഹോം പേജിലേക്ക് നമ്മുടെ കോഴ്സസിനെല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇനി സ്റ്റോർ പേജിലേക്ക് നമുക്ക് നമ്മുടെ കോഴ്സസിനെ ആഡ് ചെയ്ത് കൊടുക്കാം, ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഞാനിവിടെ സ്റ്റോർ പേജ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടെംപ്ലേറ്റ് എടുത്ത് കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ ജാങ്കോ പ്രൊജക്റ്റിലെ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ VS കോഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം സ്റ്റോർ പേജിൽ വന്നിട്ട് നമ്മുടെ ഹെഡറും ഫോൾഡറും നമുക്ക് ഡിലീറ്റ് ചെയ്തു. സെക്ഷൻ ഇവിടെ തീരുന്നു. അതേപോലെ തന്നെ ഫോൾഡറും കൂടെ ഡിലീറ്റ് ചെയ്യുക. ഇനി നമുക്ക് ബേസിനെ നമുക്ക് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. base.html എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. എക്സ്റ്റെൻഡ് base.html അതുപോലെ തന്നെ ഡോട്ട് സ്റ്റാറ്റിക്കും കൊടുക്കാം. ലോഡ് സ്റ്റാറ്റിക്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യണം. ബ്ലോക്ക് എന്ന് ഏറ്റവും അവസാനം ബ്ലോക്കിനെ എൻഡ് ചെയ്യിപ്പിക്കും. ബ്ലോക്ക്. ഇനി നമുക്ക് സ്റ്റോർ ആപ്പിൽ വ്യൂസിൽ വന്നിട്ട് നമ്മുടെ store.html നമുക്ക് എന്ത് ചെയ്യണം? വ്യൂ ചെയ്യിപ്പിക്കണം. വെബ്സൈറ്റിൽ വ്യൂ ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. സ്റ്റോർ എന്ന് പറയുന്നത് ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. റിക്വസ്റ്റ് return render request store.html കൊടുക്കുന്നു. നമുക്കിനി ഇവിടെ ഒരു urls.py എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. കാരണം
നമ്മുടെ പ്രൊജക്റ്റും ആപ്പും കൂടെ കണക്ട് ചെയ്യാൻ നമുക്ക് രണ്ട് URLs ഫയലിന്റെ ആവശ്യമുണ്ട്. ആപ്പിന് URLs ഫയലിന്റെ ആവശ്യം. ഇതില്ലാതെ നമുക്കിവിടെ ഡയറക്റ്റും നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാം. പക്ഷെ റെക്കമെൻഡ് ചെയ്യുന്നത് ആപ്പിന് തന്നെ ഒരു urls.py എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ പാത്തിന്റെ കോഡ് ഒന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ സ്റ്റോർ എന്ന് പറയുന്ന ആപ്പിൽ വന്നിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. urls.py എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി URL പാറ്റേൺ പാത്ത് ഞാനിവിടെ റൂട്ട് empty ആയിട്ട് കൊടുക്കുന്നു. വ്യൂസ് ഡോട്ട് സ്റ്റോർ നെയിം ഈക്വൽ ടു സ്റ്റോർ എന്ന് കൊടുക്കുന്നു. ഇവിടെ വ്യൂസ് നമുക്ക് എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഫ്രം ഡോട്ട് ഇമ്പോർട്ട് വ്യൂസ്. ഓക്കെ. അതിനുശേഷം നമ്മുടെ പ്രൊജക്റ്റിൽ വന്നിട്ട് URLsൽ വന്നതിന് ശേഷം ഇട്ടിട്ട് സ്റ്റോർ എന്ന് പറഞ്ഞ് കൊടുക്കും. സ്ട്രിങ്ങില് സ്റ്റോർ. ഇതാണ് എൻ്റെ റൂട്ട്. ഞാൻ ആ ആപ്പിലേക്ക് പോകാൻ, സ്റ്റോർ പേജിൽ പോകാനുള്ള റൂട്ട് നമ്മൾ സ്റ്റോർ എന്നാണ് കൊടുത്തത്. ഇപ്പം നമ്മൾ ലോക്കൽ ഹോസ്റ്റ് /admin കൊടുത്ത അഡ്മിനിലേക്ക് പോകും, അഡ്മിൻ പേജിലേക്ക് പോകും. അതുപോലെ തന്നെ സ്റ്റോർ പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റോർ എന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റൂട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. ശേഷം include store.urls. ഇവിടെ ഇൻക്ലൂഡിന് എറർ ഉണ്ട്, ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. കോമായിട്ടിട്ട് ഇൻക്ലൂഡിനും കൂടെ കൊടുക്കും. ശേഷം നമുക്കൊന്ന് പ്രൊജക്റ്റ് റൺ ചെയ്തിരിക്കാം. /store എന്ന് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ സ്റ്റോർ പേജ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇത് വരാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ സ്റ്റാറ്റിക് പറഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മുടെ സ്റ്റോർ പേജിൽ ഇവിടെ ഇമേജിന് ഞാൻ ഇവിടെ സ്റ്റാറ്റിക് പറഞ്ഞു കൊടുത്തിട്ടില്ല. കാരണം എന്തായാലും നമ്മൾ ഡൈനാമിക് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുമല്ലോ, ഇമേജിന് പാസ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഇനി സ്റ്റോർ പേജിൽ വ്യൂസിൽ വന്നതിന് ശേഷം നമ്മൾ ഹോം പേജിൽ എങ്ങനെയാണോ വ്യൂ ചെയ്യിപ്പിച്ചത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കൊടുക്കണം. കോഴ്സസ് ഈക്വൽ ടു നമുക്കൊന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. മോഡലിന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഫ്രം ഡോട്ട് മോഡൽസ് import courses. Okay. Courses dot objects dot all കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫിൽറ്ററും കൂടെ ചെയ്യണം. അവൈലബിൾ ആയിട്ടുള്ള കോഴ്സ് മാത്രം ഡിസ്പ്ലേ ചെയ്യിച്ചാൽ മതി. ഈസ് അവൈലബിൾ ഈക്വൽ ടു ട്രൂ. ഇനി നമുക്ക് ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യണം. കോൺടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ആയിട്ട് കോഴ്സസ് പാസ് ചെയ്ത് കൊടുക്കുന്നു. വാല്യൂ ആയിട്ട് കോഴ്സസ് എന്ന് പറയുന്ന വേരിയബിളിനെ ഈ ഒരു വേരിയബിളിനെ എന്ത് ചെയ്യുന്നു, പാസ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇത് നമ്മുടെ HTML കോൺടെക്സ്റ്റിന് നമ്മൾ എന്ത് ചെയ്യും, പാസ് ചെയ്യുന്നു. പാസ് ചെയ്തതിന് ശേഷം store.html വന്നിട്ട് ഇവിടെ ഒരു ഫോർ ലൂപ്പ്, ഫോർ കോഴ്സ് ഇൻ കോഴ്സസ് കൊടുത്തതിന് ശേഷം നമുക്ക് ഫോർ ലൂപ്പിനെ ഇവിടെ എൻഡ് ചെയ്യിപ്പിക്കാം. എൻഡ് ഫോർ. നമുക്ക് ഇമേജ് പറഞ്ഞു കൊടുക്കാം. കോഴ്സ് ഡോട്ട് കോഴ്സ് ഇമേജ് അണ്ടർസ്കോർ ഇമേജ് ഡോട്ട് URL. അതുപോലെ തന്നെ
കോഴ്സ് ഡോട്ട് കോഴ്സ് അണ്ടർസ്കോർ നെയിം പ്രൈസും കൂടെ പറഞ്ഞു കൊടുക്കും. കോഴ്സ് ഡോട്ട് പ്രൈസ്. ഓക്കെ, നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. സൈറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത്. നമ്മുടെ എല്ലാ കോഴ്സും ഇവിടെ സ്റ്റോർ പേജിൽ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് നമ്മുടെ കോഴ്സസിനെ എല്ലാം ഹോം പേജിലും അതേപോലെ തന്നെ സ്റ്റോർ പേജിലുമാണ് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.